വെളിച്ചെണ്ണ തേച്ച് തന്നിട്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാമെന്നാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അച്ചുവിൻ്റെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെയാണ് പിടിച്ചിരുത്തിക്കണത്. അപ്പം അമ്മയുടെ വക നല്ലൊരു ഹെഡ് മസാജും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ തേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് നിന്നിട്ട് നമുക്ക് വേഗം പോയി കുളിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചായയല്ല കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് കാർ എടുത്തില്ല, അമ്മയുടെ വണ്ടി ആക്റ്റീവും കൊണ്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ നമ്മുടെ സിങ്കൊക്കെ ഒന്ന് വാഷിംഗ് ബേസിനൊക്കെ ഒന്ന് കഴുകാമെന്ന് വെച്ചിട്ട് അത് നിന്ന് കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ശനിയാഴ്ച ദിവസങ്ങളിൽ സേവനവാരം ഡേ ആണ്, ചെറുതായിട്ട് മിനി സേവനവാരമാണ്. അപ്പോൾ അവളവിടെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ ഈ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഞാൻ ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാനിങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ എന്ത് വെളിച്ചെണ്ണയാണ് തേക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മേത്ത് കുഴമ്പാണ് കേട്ടോ തേക്കാറ്. അതേപോലെ തന്നെ മുഖത്ത് വെളിച്ചെണ്ണ വേറെ സെപ്പറേറ്റ് ഉണ്ട്. നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെ എഴുതിച്ചതാണ്, നമുക്ക് മേലുവേദനയൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ വെളിച്ചെണ്ണയും കുഴമ്പാണ് കേട്ടോ ഞാൻ മേത്ത് തേക്കണത്. അപ്പോൾ അതൊക്കെ തേച്ച് വന്നപ്പോൾ അമ്മ പൊതിച്ചോറുണ്ടാക്കേണ്ട പരിപാടിയിലാണ്. അപ്പം അതിനുള്ള എല്ലൊക്കെ ഇത് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആയി കഴുകി അതേപോലെ തന്നെ വാട്ടിയൊക്കെ എടുക്കണം, എന്നിട്ട് വേണം നമ്മുടെ ചോറ് ഇട്ടിട്ട് പൊതിയാനായിട്ട്. അല്ലെങ്കിൽ ഇല വാട്ടിയില്ലെങ്കിൽ അത് മടക്കുമ്പോൾ പൊട്ടിപ്പോയില്ല, ഓൾറെഡി പൊട്ടിപ്പോയിട്ട് എന്നിട്ടും നമ്മൾ വാട്ടിയിട്ടും. അപ്പം അമ്മ ഒരു ഇലയാണ് പൊട്ടിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന് ഇത്തിരി അച്ഛന് കൊടുത്തോളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പാവല്ലേ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇത്തിരി ചോറ് അച്ഛന് കൊടുത്തു. അപ്പം അമ്മ അതിലിടുമ്പോൾ രണ്ടാൾക്കുള്ള അത്ര ചോറ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചീര വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ നല്ല ചുട്ടരച്ച ചമ്മന്തിയും 2 മുട്ട ഓംലെറ്റും വെച്ച് പിന്നെ 2 കൊണ്ടാട്ടമുളകും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നമ്മൾ അച്ചാർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെക്കാനായിട്ട്, പക്ഷെ അത് മറന്നുപോയി ഗൈസ്, അതൊന്നും വെച്ചില്ല. അപ്പോൾ ഇലയൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് ഒക്കെ അത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേപ്പറും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊതിച്ചോറ് റെഡിയാക്കി വെച്ചിട്ട് അമ്മ വേഗം പോയി കുളിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ട് കുളിക്കാൻ പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാൻ തലയൊക്കെ കോന്തിയും മുടിയൊക്കെ റെഡിയാക്കി ഇടാണ്. വെച്ചിട്ടും തലയത്തെ വെളിച്ചെണ്ണ പോയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയണത്. എന്താ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നല്ലോണം തല നിറച്ച് വെളിച്ചെണ്ണ ആയിരുന്നു. അങ്ങനെ കണ്ണ് എഴുതി പൊട്ട് കുത്തി കുറിയൊക്കെ വരച്ചിരുന്നൊന്ന് സുന്ദരി ആയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സുന്ദരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത്, അപ്പോഴേക്കും അമ്മയൊക്കെ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അവൾ വീഡിയോ എടുക്കാണ്ട് പൊതിച്ചോറ് തുറന്നിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ചോറും കറിയൊക്കെ അവൾ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛനെത്തി. എന്ത് പെട്ടെന്നാണല്ലേ ഉച്ചയാവണം. അച്ഛൻ്റെ ഇപ്പം തന്നെ ചോറിൻ്റെ പോയുള്ളൂ. അപ്പോൾ അടുത്ത സമയം ഉച്ചക്കലത്ത് കഴിക്കാനുള്ളത്. അപ്പോൾ ഞാൻ മേശപ്പുറത്താണ് ഇട്ടിരുന്നത്. എനിക്കിതെല്ലാം കൂടി കണ്ടിട്ട് എങ്ങോട്ട് എന്തോ ഭയങ്കര സന്തോഷം, എന്തൊക്കെ ഒരു ആഹ്ലാദ നിമിഷമായിരുന്നു എനിക്കത്. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയതേ ഒരു വായ ഉണ്ടാണ് കേട്ടോ. സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് സ്വർഗം. എന്തൊരു ടേസ്റ്റാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്തൊരു ടേസ്റ്റാണ്. എനിക്കിനെ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ കൂടെ നമ്മുടെ ഭരതനാട്യം 2 ഉണ്ടല്ലോ, മോഹിനിയാട്ടം, അതുകൂടി വെച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗംഭീര ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അങ്ങനെ ചക്കവറുത്ത് കൂട്ടി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നടക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. പണ്ടത്തെ പോലെ ഇപ്പോൾ ഇങ്ങനെ നടക്കാനൊന്നും തീരെ വയ്യാണ്ടായി തുടങ്ങി. എന്ന് വെച്ചാൽ കാലുകൊണ്ട് പൊന്താത്തൊക്കെ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നടന്ന് തിരിച്ച് ഞാൻ കയറി പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.